തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ മിഥുൻ എന്ന വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം നിസ്സാരമായി കാണാൻ അനുവദിക്കില്ലെന്നും ഭരിക്കാൻ അറിയില്ലെങ്കിൽ സർക്കാർ രാജിവെച്ചൊഴിയണമെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും വരെ ബി.ജെ.പി. സമരരംഗത്തുണ്ടാകുമെന്നും അപകടം നടന്ന സ്കൂളും മിഥുന്റെ വീടും സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, അല്പസമയം മുൻപാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ മരിച്ച മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ദേവിക, കൃത്യമായ നിലപാട് പറഞ്ഞിട്ടാണ് ഇന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ സ്കൂളിലും സന്ദർശനം നടത്തി, പിന്നീട് മിഥുന്റെ വീട്ടിലും സന്ദർശനം നടത്തിയത്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, സംഭവിച്ചിരിക്കുന്നത് സർക്കാർ വകുപ്പുകളുടെ കുറ്റകരമായ അനാസ്ഥയാണ്. ഉണ്ടായിട്ടുള്ളതൊരു കൾപ്പബിൾ ഹോമിസൈഡാണ്. അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഈ വീഴ്ച വരുത്തിയ എല്ലാവർക്കും, വിവിധ സർക്കാർ വകുപ്പുകൾക്കടക്കം ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ്, സ്കൂൾ മാനേജ്മെന്റ്, അതോടൊപ്പം തന്നെ KSEB തുടങ്ങിയിട്ടുള്ള ഈ വകുപ്പുകൾക്ക്, തദ്ദേശ സ്വയംഭരണം അടക്കം ഈ വകുപ്പുകൾക്കെതിരെ, ഇതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ കൾപ്പബിൾ ഹോമിസൈഡിന് കേസെടുത്ത്, അന്വേഷണം നടത്തി കേസെടുത്ത് അവരെ ജയിലിൽ അടയ്ക്കണം എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം നടത്തിയത്. കാരണം ഇതൊരു വലിയ വിഷയമാണ്. ചെറിയൊരു ഒരു അനാസ്ഥയുണ്ടായി, ഒരു സംഭവമുണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതും ഈ പറയുന്ന വകുപ്പുകളുടെ, സർക്കാർ വകുപ്പുകളുടെയും സ്കൂളിൻ്റെയും ഒക്കെ അനാസ്ഥ മൂലം. അപ്പോൾ അതിൽ കൃത്യമായ നടപടിയും ഇടപെടലും ഉണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്ത് പ്രിൻസിപ്പളിനെ ബലിയാടാക്കി സർക്കാരിന് അങ്ങനെ കൈകഴുകി പോകാനാകില്ല എന്നുള്ളത് കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കുടുംബത്തിനെ സന്ദർശിച്ച ശേഷവും അദ്ദേഹം പറഞ്ഞത് ഈ ബി.ജെ.പി. മിഥുന്റെ കുടുംബത്തിനൊപ്പമാണ്. എന്തായാലും ഈ പ്രതികളെ ആരെയും വെറുതെ വിടാൻ ബി.ജെ.പി. അനുവദിക്കില്ല. അത് സംബന്ധിച്ചിട്ടുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ഇന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ദേവിക.